PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ഡെയിലി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ഒന്ന് ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ 100% സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 8-9 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനെ കുറിച്ച് വീണ്ടും കുട്ടികൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ മറുപടി പറയാമെന്ന് വിചാരിച്ചു. കാറ്റഗറി നമ്പർ 527/2024 ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ കാറ്റഗറി നമ്പറായിട്ട് വരുന്നത്. PSC പരീക്ഷയിൽ നമുക്ക് ഒരു നല്ല രീതിയിൽ PSCയിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ഇതിന് ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. അതായത് പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസ് വരിക, മെയിൻസ് പാസ്സായി ഇൻ്റർവ്യൂ, അങ്ങനെയുള്ള കടമ്പകളൊന്നും എന്തിനില്ല, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഇല്ല. ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. അതായത് പ്രിലിമിനറി പരീക്ഷ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഇല്ല. ഒരൊറ്റ മെയിൻ പരീക്ഷയുള്ളൂ. മെയിൻ പരീക്ഷ കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവും ഇല്ല. അതായത് മെയിൻ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ നല്ല രീതിയിൽ റാങ്ക് സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ജോലി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിലിംസോ ഇൻ്റർവ്യൂ ഈ ഒരു പോസ്റ്റിന് ഇല്ല. ഇനി അടുത്തൊരു പ്രത്യേകത, ഇതൊരു ഡിസ്ട്രിക്ട് വൈഡ് എക്സാമാണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം അല്ല, ഡിസ്ട്രിക്ട് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ അപ്പോയിൻമെൻറ്റ് സാധ്യത അല്ലെങ്കിൽ ഒഴിവുകളെന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുപോലെ 6 മാസം വരെ പഠിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി മാസമാണല്ലോ, ഇനി 6 മാസമാണ് നിങ്ങളുടെ മുമ്പിൽ പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് ഈ ഒരു സമയം നല്ല രീതിയിൽ മികച്ച രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കയറി പറ്റുന്ന ഒരു ഗവൺമെൻറ് പോസ്റ്റാണ് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് സിലബസ് നമുക്കറിയാം, പുതിയ സിലബസ് വന്നിട്ടുണ്ട്. സിലബസ് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. പൊതുഭരണം എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുഭരണത്തിലുണ്ടായിരുന്ന മാർക്ക് മറ്റുള്ള ടോപ്പിക്കുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കുറച്ച് ടഫായിട്ടുള്ള പൊതുഭരണം പഠിക്കാനില്ലാത്തത് ഒരു പോസിറ്റീവ് സൈഡാണ്. മറ്റൊന്ന്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ട് പല ഫേസിലായിട്ടായിരിക്കും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓഗസ്റ്റിലായിരിക്കും പരീക്ഷ. ഫസ്റ്റ് ഫേസ് ഓഗസ്റ്റിലായിരിക്കും. ഇനി സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ, ഒക്ടോബറോടുകൂടി അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ LD ക്ലർക്ക് ഈ തവണ LD ക്ലർക്ക് കിട്ടാത്തവർക്കും LP UP കിട്ടാത്തവർക്കും ഇത് വലിയ ഒരു അവസരമാണ്. കാരണം LP UPയുടെയും LD ക്ലർക്കിൻ്റെ സിലബസിൽ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസുമായിട്ട് കുറച്ചൊക്കെ കോമൺ സിമിലാരിറ്റി ഉണ്ട്. കുറേ പഠിക്കേണ്ട ടോപ്പിക്കുകൾ കോമൺ ആയിട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ LDCയുടെയും LP UPയുടെയും കുറേ ടോപ്പിക്കുകൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഈ തവണ LDC കിട്ടാത്തവർക്കും LP UP കിട്ടാത്തവർക്കും ഒക്കെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. കാരണം ഈ സിലബസിലുള്ള സിമിലാരിറ്റി തന്നെയാണ്. കാരണം LDCക്കാർ ആത്മാർത്ഥമായിട്ട് പഠിച്ചവർക്ക് ഇത്തവണ കിട്ടാത്ത പോയിട്ട് കുറേ പോർഷനൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. അതുപോലെ LP UPക്ക് ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ട് കിട്ടാത്ത പോയവർക്ക് അവരും കുറേ പോർഷനൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിച്ച ഇൻഫർമേഷനിലേക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാൻ പറ്റുകയും കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കയറി പറ്റുന്ന ഒരു ഗവൺമെൻറ് പോസ്റ്റാണ് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ 6 മാസമുണ്ട്. ഓഗസ്റ്റിലായിരിക്കും പരീക്ഷ നടക്കുന്നത്. പല ഫേസുകളായിട്ടായിരിക്കും നടക്കുക. ഒക്ടോബർ വരെ ആയിട്ടായിരിക്കും പരീക്ഷ ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്കോറിലേക്ക് എത്താനും അതുവഴി ഒരു ജോലി നേടാനും ഒക്കെ സാധിക്കും. LD ക്ലർക്കിൻ്റെ അതേ സാലറി സ്കെയിൽ ഇതിനുമുണ്ട്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, സപ്ലൈക്കോയിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. എന്നർത്ഥം പോസ്റ്റിനെ കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഓവർ ടൈം ഡ്യൂട്ടിയൊക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റും ഈ ഒരു ജോലിയിൽ ഉണ്ടായിരിക്കും. പ്രൊമോഷൻ സാധ്യതയും ഈ ജോലിക്ക് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ യോഗ്യതയിലേക്ക് പ്രൊമോഷൻ കയറി പോകാനായിട്ട് സാധിക്കും. അതല്ല നിങ്ങൾക്കൊരു അതല്ലാതെയും നിങ്ങൾ ഈ ഒരു ജോലി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് പരീക്ഷ എഴുതി മാറാവുന്നതാണ്. അല്ലെങ്കിൽ പോലും നിങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കും. അതുകൊണ്ട് നല്ലൊരു പോസ്റ്റാണ് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇനി സമയമുണ്ട്. ഈ സമയം കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ 6 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു സേഫ് സോണിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി എല്ലാ ദിവസവും രാത്രി 7 മണിക്കും 8 മണിക്കും ഇടയിൽ നമ്മൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് കൃത്യമായ സിലബസിൽ പറയുന്ന ടോപ്പിക് അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്
ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി. അത് പറയുന്ന കാര്യങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറായാൽ മാത്രം നിങ്ങൾക്ക് നല്ലൊരു ജോലി അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സുകളൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാ ദിവസവും റെഗുലറായിട്ട് എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് വീഡിയോ ഫോളോ ചെയ്ത് പോരുവാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ നല്ലൊരു കോൺഫിഡൻസോടുകൂടി അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന പരീക്ഷയെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും. അതുവഴി ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ടും സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. താങ്ക്